ഷെഫേ നമുക്ക് നേന്ത്രപ്പഴം വെച്ചൊരു വെറൈറ്റി പിടിച്ചാലോ? നേന്ത്രപ്പഴം കൊണ്ട് വെറൈറ്റി അല്ലേ? ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്തതിനു ശേഷം ഇതിന്റെ കറുത്ത സീഡെല്ലാം കളഞ്ഞ് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തതിനു ശേഷം ഈ വീഡിയോ കാണുന്ന പോലെ ടേബിളിലേക്ക് ഒരു ക്ലീൻ റാപ്പ് അങ്ങോട്ട് ഇട്ട് നമ്മൾ ഈ മാഷ് ചെയ്ത് ബനാന അതിലേക്ക് ഒന്ന് ലെവലാക്കി വെക്കുക. അതിന് മേളിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഇടുക. കുറച്ച് ജാഗരിയും കുറച്ച് കോക്കനട്ടും കുറച്ച് കാഷ്യൂട്ടും കിസ്മിസും ഒക്കെ ഒരു ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അവലൊക്കെ ആഡ് ചെയ്യാം, അതൊരു ഓപ്ഷനിലാണ്. ഇവിടെ ഇതേപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ചില്ലറിൽ വെച്ച് തണുപ്പിക്കുക. തണുത്തതിന് ശേഷം കുറച്ച് മൈദമാവിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് ക്രംസ് ഒക്കെ ചെയ്ത് ഓയിൽ ഫ്രൈ ചെയ്യുക. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ നല്ലൊരു പ്ലേറ്റ് ഒക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് അതിന് മേളിലൊരു വാനില ഐസ്ക്രീമും പിന്നെ കുറച്ച് കാരമലൈസ്ഡ് ചെയ്ത് ബനാനയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പ്രസന്റേഷൻ ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയേ. സംഭവം പൊളി ഒരു ഡിഷ് തന്നെയാണ്, കിടുക്കാച്ച ഐറ്റം തന്നെ. നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഷെഫേ നമുക്ക് നേന്ത്രപ്പഴം വെച്ചൊരു വെറൈറ്റി പിടിച്ചാലോ? നേന്ത്രപ്പഴം കൊണ്ട് വെറൈറ്റി അല്ലേ? ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്തതിനു ശേഷം ഇതിന്റെ കറുത്ത സീഡെല്ലാം കളഞ്ഞ് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തതിനു ശേഷം ഈ വീഡിയോ കാണുന്ന പോലെ ടേബിളിലേക്ക് ഒരു ക്ലീൻ റാപ്പ് അങ്ങോട്ട് ഇട്ട് നമ്മൾ ഈ മാഷ് ചെയ്ത് ബനാന അതിലേക്ക് ഒന്ന് ലെവലാക്കി വെക്കുക. അതിന് മേളിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഇടുക. കുറച്ച് ജാഗരിയും കുറച്ച് കോക്കനട്ടും കുറച്ച് കാഷ്യൂട്ടും കിസ്മിസും ഒക്കെ ഒരു ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അവലൊക്കെ ആഡ് ചെയ്യാം, അതൊരു ഓപ്ഷനിലാണ്. ഇവിടെ ഇതേപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ചില്ലറിൽ വെച്ച് തണുപ്പിക്കുക. തണുത്തതിന് ശേഷം കുറച്ച് മൈദമാവിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് ക്രംസ് ഒക്കെ ചെയ്ത് ഓയിൽ ഫ്രൈ ചെയ്യുക. ഇത് ഫ്രൈ ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ നല്ലൊരു പ്ലേറ്റ് ഒക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് അതിന് മേളിലൊരു വാനില ഐസ്ക്രീമും പിന്നെ കുറച്ച് കാരമലൈസ്ഡ് ചെയ്ത് ബനാനയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പ്രസന്റേഷൻ ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയേ. സംഭവം പൊളി ഒരു ഡിഷ് തന്നെയാണ്, കിടുക്കാച്ച ഐറ്റം തന്നെ. നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.